ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. 9:20 രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പമാണ് രാഹുൽ സഭയിലെത്തിയത്. ഇന്നിപ്പോൾ മറ്റ് സഭാ നടപടികളില്ല. ഇന്ന് അന്തരിച്ച അംഗങ്ങൾക്കുള്ള വി.എസ്. അച്യുതാനന്ദനടക്കമുള്ള ആളുകൾക്ക് ഉള്ള അനുശോചനത്തിന് ശേഷം സഭ പിരിയും. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യത അത് ഇപ്പോൾ കാണുന്നില്ല. അതേസമയം അത് തള്ളിക്കളയാനും സാധിക്കില്ല. ഇനിയും 10 ദിവസം സഭ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഇന്ന് രാഹുലിന് സഭയിലേക്ക് എത്താൻ ഏറ്റവും അനുയോജ്യമായൊരു ദിവസം എന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. സഭ ചേർന്ന് അല്പസമയം കഴിഞ്ഞാണ് രാഹുൽ സഭയിലേക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നു. അനുശോചന ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സഭാ നടപടികൾക്ക് ഇന്ന് സഭാ നടപടികൾ ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക്, സഭയ്ക്കുള്ളിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമ്മൾ കരുതുന്നില്ല. രാഹുലിന് പ്രത്യേക ബ്ലോക്ക് ഒരുക്കിയിട്ടുണ്ട്. അവിടെയാകും രാഹുൽ ഇരിക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സംസാരിക്കുകയാണ്. ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ നിറഞ്ഞ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. സാർ, അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സൂചിപ്പിച്ച പോലെ സാവ് വി.എസ്. കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവന നൽകിയ നേതാവായിരുന്നു. സാർ, ചില കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ചരിത്രമാകുന്ന ജനതകളുണ്ട്. ചില വ്യക്തികൾ ജീവിച്ചിരിക്കുന്നു എന്നതാകാം ചിലപ്പോഴൊക്കെ ചില സതീശന്റെ വിലക്ക് അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ തീരുമാനം അത് ലംഘിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തിനാണ് രാഹുൽ ഇന്ന് സഭയിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ വരും മണിക്കൂറിലെ വ്യക്തത വരികയുള്ളൂ. ഇന്ന് അവധിക്കായാണോ എത്തിയിരിക്കുന്നത്, അവധി അപേക്ഷ നൽകുന്നതിനായാണോ രാഹുൽ എത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും. എന്തായാലും 9:20 സഭ സമ്മേളനം തുടങ്ങി. 20 മിനിറ്റ് കഴിയുമ്പോഴാണ് രാഹുൽ സുഹൃത്തുക്കൾക്കൊപ്പം നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞെങ്കിലും ലിഫ്റ്റിന് പുറത്ത് ഒന്നും മിണ്ടാതെ ലിഫ്റ്റിനകത്തേക്ക് കയറി രാഹുൽ പോവുകയായിരുന്നു. നമുക്ക് ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല എന്ന രീതിയിൽ വളരെ മൗനയായി പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് തീരുമാനം, ഇനി എന്താകും എന്നുള്ളത് അറിയാൻ ഇനിയും കാത്തിരിക്കണം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുമോ എന്ന ഒരു വലിയ ചോദ്യം അല്പസമയം മുമ്പ് വരെ ബാക്കി നിന്നിരുന്നു. അതിപ്പോൾ എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക്. സഭാ സമ്മേളനത്തിന് ഇന്നാണ് തുടക്കമായിരിക്കുന്നത്. ഇനി 10 ദിവസം സഭ ഉണ്ടാകും. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇത് വലിയ വിലപ്പെട്ട സമയമാണ്. ഏത് രീതിയിലാണ് രാഹുലിൻ്റെ പാർട്ടി ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ നടപടികൾ എടുക്കുക എന്ന രീതിയിൽ ജനം ഉറ്റുനോക്കുകയാണ്. അതേസമയം ഭരണപക്ഷത്തിൻ്റെ പ്രതിഷേധം അത് വളരെ ശക്തമായി തന്നെ വരും ദിവസങ്ങളിൽ സഭയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഡാൻ കുര്യൻ അവിടെ നിന്നും ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ രാഹുൽ എവിടെയാണുള്ളത്? ഇനിയുള്ള നീക്കങ്ങൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ നമുക്ക്? സഭയിലെ അവസാന നിരയിലെ അവസാന സീറ്റിലാണ്, അവസാന ഇരിപ്പിടത്തിലാണ് രാഹുൽ ഇരിക്കുന്നത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് PV അൻവറിന് ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് മാറിയപ്പോൾ PV അൻവറിന് അനുവദിച്ച അതേ സ്ഥലം തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനും സഭാ സ്പീക്കർ അനുവദിക്കുകയായിരുന്നു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇരിപ്പിടം ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റ് പ്രതിഷേധങ്ങളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, രാഹുൽ വന്ന ഒരു ദിവസം രാഹുലിനെ സംബന്ധിച്ച് വളരെ ഈ പ്രതിസന്ധികൾക്കിടയിൽ സഭയിൽ വരാൻ ഏറ്റവും അനുയോജ്യമായൊരു ദിവസമായിരുന്നു. അതാണ് പറയേണ്ടത്. കാരണം ഇന്ന് മറ്റ് നടപടിക്രമങ്ങളോ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള സബ്മിഷനുകളോ ഒരു നടപടികളുമില്ല. ഇന്ന് ഈ അനുശോചനം രേഖപ്പെടുത്തി മുന്നണി നേതാക്കൾ അടക്കം സഭയിൽ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, വാഴൂർ സോമൻ, അതോടൊപ്പം PP തങ്കച്ചൻ ഉൾപ്പെടെയുള്ളവരെ അനുസ്മരിച്ച സഭ പിരിയുകയാണ്. ഇന്ന് സഭയുടെ അജണ്ടയിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നാളെ മുതൽ അങ്ങനല്ല. ചൂടേറിയ ചർച്ചകൾക്ക് സഭ വേദിയാകും. അവിടേക്ക് രാഹുൽ എത്തുന്ന സാഹചര്യം
സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ഇന്നത്തേതുപോലെ സുഖവുമായിരിക്കില്ല കാര്യങ്ങൾ, അത് ഉറപ്പാണ്. എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വൈകാതെ ഒരു വ്യക്തത കൈവരും. എന്തായാലും ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഒരേ നിലപാടിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെയൊക്കെ ഒരു നിലപാട് മറികടന്നുകൊണ്ട് രാഹുൽ സഭയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് വെറുതെ എത്തിയതാകില്ല, അതിന് കൃത്യമായൊരു കാരണമുണ്ടാകും എന്ന ഒരു വിലയിരുത്തലിൽ തന്നെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. അതാണ് ഡാൻ, രാഹുലിനെ സംബന്ധിച്ചും ഇന്ന് ഒരു നിർണായക ദിവസമാണെന്ന് പറയാം. കാരണം രാഹുലിനെ വോട്ട് ചെയ്ത് നിയമസഭയിൽ എത്തിച്ച് ജനങ്ങൾക്കുള്ള ഒരു മറുപടി കൂടി കൊടുക്കേണ്ട ദിവസമാണ് രാഹുൽ ഇന്ന്. എന്തിന് രാഹുലിനെ തിരഞ്ഞെടുത്തു എന്ന രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് രാഹുൽ സഭയിലേക്ക് ഇന്ന് എത്തിയില്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നോ എന്ന രീതിയിലുള്ള ഒരു ആരോപണവും പ്രതിഷേധവും പ്രകടനവും ഒക്കെ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് താൻ എങ്ങോട്ടും പോയിട്ടില്ല എന്ന് അറിയിക്കുക, ഒപ്പം തനിക്കെതിരെ സാധാരണ ആളുകൾക്ക് വരുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ മാത്രമാണ് വന്നത്, താൻ സഭയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കാണിക്കുക. ഇതെല്ലാം രാഹുലിന് അനിവാര്യമായൊരു ദിവസമാണിന്ന്. പക്ഷേ എന്തു തന്നെയായാലും അതിന് അനുയോജ്യമായൊരു ദിവസം നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ, കാരണം അനുശോചനം രേഖപ്പെടുത്തേണ്ട ഒരു ദിവസമാകുമ്പോൾ അവിടെ അനുശോചന പ്രസംഗം നടക്കുന്ന സമയത്ത് ഒരു പ്രതിഷേധമുണ്ടായാൽ അത് അന്തരിച്ച അംഗങ്ങളോടുള്ള ഒരു ബഹുമാനക്കുറവ് കൂടിയായി അതിനെ കാണും. അതുകൊണ്ട് ആ ഒരു അവസരം ഇന്ന് ഭരണപക്ഷത്തിനില്ല. അതുകൊണ്ട് ഈ പ്രതിഷേധം അങ്ങ് അവസാനിച്ചു എന്നല്ല നമ്മൾ കരുതേണ്ടത്. ശക്തമായ പ്രതിഷേധം നാളെയും മറ്റു ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം, അല്ലേ ഡാൻ? തീർച്ചയായിട്ടും രാഹുൽ സഭയിലേക്ക് എത്തിയത് ഒരുപക്ഷെ രഹസ്യമായിട്ടായിരിക്കാം. പക്ഷേ സഭയിൽ നിന്ന് പുറത്തേക്ക് എത്തുമ്പോൾ അത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞു രാഹുൽ സഭയിലുണ്ട് എന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പ്രതിഷേധങ്ങൾ സഭയ്ക്ക് പുറത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള സുരക്ഷ നിയമസഭാ കവാടത്തിലടക്കം പോലീസ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സഭാ കവാടത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അത് നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പോലീസ് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നേരത്തെ സജ്ജമാക്കിയതും. എന്തായാലും ഒരു മണിക്കൂറിനകത്ത് ഇന്നത്തെ സഭാ നടപടികൾ അതൊരു 10 മണിയോടെ തന്നെ പൂർത്തിയാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാടകീയമായ സംഭവങ്ങൾക്ക് സഭാ കവാടം വേദിയാകാനുള്ള സാധ്യത ഈ സാഹചര്യത്തിൽ തള്ളിക്കളയാനാകും. ശരി ഡാൻ, എന്തായാലും വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡാൻ കുര്യനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനിയുള്ള മണിക്കൂറുകളിലുള്ള രാഹുലിന്റെ പ്രതികരണം, രാഹുൽ എത്തിയതിനെ കുറിച്ചുള്ള വി ഡി സതീശന്റെ പ്രതികരണം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേക്കൊക്കെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.